Hello friends. How are you? Fine. Very good. So we have now completed 2 points. First one, empowerment of women. Shaktiganam, Striyo. The second point, first one is learning and the second one is labor. Learning is the platform. Learning is the foundation on which changes can be made. മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. That's one thing. Secondly, labor. Labor gives economic independence. സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്ട്, നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനം ഉണ്ടാകും. അപ്പം these are the two ways by which women can be empowered. Empowerment of women. And the third one is, the third L is leadership. Leadership, നേതൃസ്ഥാനങ്ങൾ വഹിക്കുക എന്നുള്ളതാണ്. നേതൃസ്ഥാനം, താക്കോൽ സ്ഥാനങ്ങൾ, കീ പൊസിഷൻസ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ആദ്യം നമുക്ക് വാക്കുകളൊക്കെ പഠിക്കാം. ഫസ്റ്റ് ഈസ് ഇന്നേറ്റ്. ഇന്നേറ്റ് മീൻസ് നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഇന്നേറ്റ് ഉള്ളിലുള്ള കഴിവുകൾ. For example, some people have the ability to take decisions. Some people have the ability to cook well. Some people have the ability to speak. Great speakers. ഇതൊക്കെ innate qualities ആണ്, innate abilities, കഴിവുകളാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ നേതൃസ്ഥാനങ്ങളിൽ എത്തണം. ഉദാഹരണമായി കമാൻഡിങ് പവറുള്ള ഒരാളാണ്, ഒരു സ്ഥാനവും ഇല്ലാതെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആരെ കമാൻഡ് ചെയ്യുന്നു? യു ഹാവ് ടു ബി എ കമാൻഡർ, അതർവൈസ് യു കനോട്ട് കമാൻഡ്. അല്ലേ? ആജ്ഞ കൊടുക്കണം എന്ന് അങ്ങനെ ഒരു പൊസിഷനിലെത്തണം. എനിക്ക് നല്ലപോലെ പഠിപ്പിക്കാൻ കഴിവുണ്ടെന്നിരിക്കില്ല, ഇന്നേറ്റ് ക്വാളിറ്റി. അത് ക്ലാസ്സും പിള്ളേരില്ല, ഞാൻ എന്നെ പഠിപ്പിക്കുന്നത്. സ്റ്റുഡൻസും ക്ലാസ്സും ഇല്ല. ഞാനിവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മരച്ചോട്ടി പോയിരുന്ന എൻ്റെ ആ ടീച്ചർ എന്നുള്ള കഴിവ് വികസിപ്പിക്കാൻ പറ്റുമോ? പറ്റിയ. സോ യു ഷുഡ് ഗെറ്റ് പൊസിഷൻസ്. Then second one is yes. So the sentence will be, we must improve our innate, or we must express our innate abilities. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പം ഞാൻ നല്ല മ്യൂസിഷ്യനാണ്, നല്ല പാട്ടുകാരനാണ്, പക്ഷെ പാട്ട് പാടാൻ അവസരമില്ല, ഒരു പ്രയോജനമില്ല. നമ്മുടെ ഉള്ളിലുള്ള, so we must find out ways to develop our innate abilities. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. നെക്സ്റ്റ് ഈസ് പ്ലെന്റി ഓഫ് റൂം. റൂം എന്ന് പറയാൻ നമുക്കറിയാം മുറി എന്നർത്ഥം, പക്ഷെ ഇവിടെ ഇതിൻ്റെ ഫ്രേസാണ് പ്ലെന്റി ഓഫ് റൂം. പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം അവസരങ്ങൾ, പ്ലെന്റി ഓഫ് റൂം. ഓർ പ്ലെന്റി ഓഫ് സ്പേസ് എന്ന് പറയാം, പ്ലെന്റി ഓഫ് റൂം. If you have the will, there is plenty of room for improvement. നമുക്ക് നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഒരു പഴഞ്ചൊല്ലില്ലേ, വേണമെങ്കിൽ ചക്ക വേറെയും കായ്ക്കും. So if you have got the will, then there is plenty of room for improvement. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഇംപ്രൂവ്മെന്റ്. Irony, I will give you an example. ഒരാൾക്ക് ലോട്ടറി കിട്ടി, അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുക, അയാൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി, ഒരു ബസ് വന്ന് അല്ലെങ്കിൽ ഒരു കാറ് വന്ന് ഇടിച്ച് മരിച്ചുപോയി. അതൊരു ഐറണിയാണ്. അതുപോലെ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതൊരു ഐറണിയാണ്. എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന ഒന്ന് സംഭവിക്കുന്ന മറ്റൊന്ന്. ഘടകവിരുദ്ധമായിട്ട് ഇയാൾ സന്തോഷിക്കാനായിട്ട് ഇരിക്കുക. അപ്പം ഐറണി. നമ്മൾ ബൈബിളിൽ ഒരു കഥ വായിച്ചല്ലോ, ഒരു ധനവാൻ, ഇയാൾക്ക് നല്ല കൃഷി ചെയ്ത് ഒത്തിരി ധാന്യങ്ങളൊക്കെ കിട്ടി. രാത്രിയിൽ ഇയാൾ പറയാണ്,
ഓ എൻ്റെ ആത്മാവെ സന്തോഷിക്കുക, നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. പിറ്റേ ദിവസം അയാൾ മരിച്ചു കിടക്കും. അതൊരു ഐറണിയാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് അതിന് ഘടകവിരുദ്ധമായിട്ട് സംഭവിക്കും. ഇതാണ് ഐറണി. There are many ironies in our life. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഐറണീസ് ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് സംഭവിക്കുന്നത് വേറെ. കൺസെൻസസ് ദാറ്റ് മീൻസ് എല്ലാവരുടെയും അഭിപ്രായത്തോട് ചേർന്ന് കൺസെൻസസ്. യു മസ്റ്റ് ടേക്ക് ഡിസിഷൻസ് only according to consensus. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ആരെങ്കിലും അതിനെതിരായിട്ട് അതാണ് കൺസെൻസസ്. ബിൽഡിംഗ് ഇൻക്ലൂഷൻ കമ്പാഷൻ. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടിടത്തിൻ്റെ കാര്യമല്ല. ഹിയർ ബിൽഡിംഗ് മീൻസ് ഫോമിങ്, മേക്കിംഗ്. ഇൻക്ലൂഷൻ എല്ലാവരെയും ചേർക്കുക. കമ്പാഷൻ ദയോടുകൂടി. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം എല്ലാവരെയും ചേർക്കണം. ഇൻക്ലൂഷൻ ആൻഡ് ഓൾസോ we must take a decision on the basis of compassion. അതായത് ദയ, അതിനകത്തൊരു കൈൻഡ്നെസ് ഉണ്ടായി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കുറ്റം ചെയ്തെന്നിരിക്കട്ടെ, കുറ്റവാളിയല്ല, ബൈ ചാൻസ് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ക്ലാസ്സിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അല്പം കോപ്പി അടിച്ചു. ഉടനെ അവനെ പിടിച്ച് കഴിഞ്ഞിട്ട് തന്നെ കൊണ്ട് ഇടിച്ച് നശിച്ച് എല്ലാം വെട്ടി തിരിഞ്ഞു. അത് കമ്പാഷൻ ഇല്ലാത്ത ഡെസിഷനാണ്, സിമ്പതി ഇല്ലാത്ത ഡെസിഷൻ. ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട അവൻ്റെ സ്വഭാവമാണ് ഇത്. അവൻ്റെ സ്വഭാവമല്ല, ബൈ ചാൻസ് അവനെ നോക്കിപ്പോയി അവനോട് ദയോടുകൂടി പെരുമാറും. അതാണ് ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ ദി ബേസിസ് ഓഫ് കമ്പാഷൻ. അതേപോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അത് വേറെ. കൺസെൻസസ്, ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. നമ്മളിപ്പോൾ ഒരു പാലം പണിയാം. അപ്പോൾ 100 പേരുണ്ടെങ്കിൽ 25 പേരെ എതിർക്കുകയാണെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ മാറ്റി നിർത്തുക. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, ചേർക്കണം. അതാണ് ഇൻക്ലൂഷൻ. സോ ബിൽഡ് മീൻസ് മേക്ക്. ബിൽഡ് രൂപീകരിക്കുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു. നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അതിനകത്ത് മറ്റുള്ളവരെ എല്ലാവരെയും ചേർക്കണം. അതാണ് കൺസെൻസസ്. പ്ലസ് നമ്മൾ അവരോട് ഒരു കാരുണ്യം കൂടെ കാണും, അവരുടെ കാര്യങ്ങൾ നല്ലപോലെ കേൾക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനത്തെ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുള്ള സ്ത്രീകളാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു അമ്മ മനസ്സ് എന്ന് പറയും. ഒരു നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. കല്യാൺ സിൽക്സിൻ്റെ ഒരു പരസ്യം ഇപ്പോൾ വരുന്നില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു പയ്യൻ അച്ഛനോട് പറയാണ്, അച്ഛൻ കുറച്ച് ക്യാഷ് വേണമല്ലോ. എനിക്കൊരു 4 ജീൻസ് വാങ്ങിക്കാം. ഇപ്പം അവൻ്റെ സിസ്റ്റർ തൊട്ടപ്പുറത്തിരുന്നവർ പറയും, അതെന്താ എനിക്കെന്നാ 4 ചുരിദാറോ എന്തോ വാങ്ങിക്കാൻ എന്നാ പുളിക്കുമെന്ന് ചോദിച്ചു. ഇത് അമ്മ കേട്ടിട്ട് അമ്മ ഇങ്ങോട്ട് വന്ന് പറയും, ആ ഒരു കാര്യം ചെയ്യാം, നിനക്കൊരു ജീൻസ്, എനിക്കൊരു 3ൻ്റെ വില കൊടുത്താൽ മതി, 4 വാങ്ങിച്ചാൽ നിങ്ങൾ കണ്ടു കാണുന്നത്. നിനക്കൊരു ജീൻസ്, അവൾക്കൊരു ചുരിദാർ, അച്ഛനൊരു ഷർട്ട്, എനിക്കൊരു സാരി ഉണ്ടോ. എല്ലാവരും വന്നു. അങ്ങനെ പറയാനുള്ള ഒരു കഴിവ് വേണമെങ്കിൽ ഒരു സ്ത്രീക്ക് അത് പറ്റുള്ളൂ, ഒരു അമ്മയ്ക്ക് അത് പറ്റുള്ളൂ. ആർക്കും ഒരു ശരീരമില്ല, എല്ലാവരും കൺസെൻസസ് ആയി. എക്സാക്ട്ലി അതാണ് കൺസെൻസസ്. ഇൻക്ലൂസീവായി, കമ്പാഷനേറ്റ് ആയി. അതിനകത്തൊരു കൈൻഡ്നെസ് ഇല്ല, എല്ലാവർക്കും കിട്ടി, അല്ലാതെ ഒരാൾക്കല്ല. അത് ആ പരസ്യം നിങ്ങൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കാണുന്നത്. അതാണ് that is the ability of women to take decision. അവിടെ ആ മദർ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. 4 പേർക്കും തൃപ്തിയായി. ഡിസിഷൻ എടുത്തു. She took a decision and the decision, in that decision it was based on consensus and inclusive of everybody, and also there is compassion in it. A very beautiful picture of a family where the mother acts with the compassion, inclusive, എല്ലാവരെയും ചേർത്ത്, and on the basis of consensus. നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. And then focus means aim. Every student should focus on studies. Every student should aim. Their aim should be studies.
long-term sustainability. Long-term means for a long period of time. Sustainability. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷന് കുറെ നാളത്തേക്ക് നിലനിൽക്കാനുള്ളതായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസിഷനാണ് ഇത്. നിങ്ങൾ കേട്ടാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് വേണം എന്ന് വിചാരിച്ച് എല്ലാം നശിപ്പിച്ചല്ല. അതാണ് സസ്റ്റൈനബിൾ. നമുക്ക് മനുഷ്യരാശി മുന്നോട്ട് പോകണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇരിക്കുന്ന കമ്പ് മുറിച്ച് കളയും, നമ്മളെല്ലാവരും കൂടെ താഴോട്ട് വീഴുന്നത്. ഇതാണ് നോൺ സസ്റ്റൈനബിൾ. Decision should be compassionate, on the basis of consensus, inclusive and also sustainable. നമ്മളൊരു ഡിസിഷൻ നമ്മൾ ഒരു ഫാക്ടറി ഉണ്ടാകും, നമ്മൾ തീരുമാനിച്ചു. ഇതൊരു ചുറ്റുവട്ടത്തുള്ള വനങ്ങൾ മുഴുവൻ നശിപ്പിച്ചിട്ടല്ല. നമ്മൾ സസ്റ്റൈനബിൾ ഡിസിഷൻ അല്ലത്. ദാറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ. നിലനിൽക്കാത്ത ഒരു ഡിസിഷൻ. Lack the confidence to match their competence. Very beautiful expression. Confidence, competence. Confidence, ആത്മവിശ്വാസം. Competence, the കഴിവ്. ഇതാണ് match equal. Lack the confidence. ഇതൊരു ഡിഫക്റ്റാണ്. Women, they don't have. Lack means ഇല്ലാത്ത. I lack money. എൻ്റെ പൈസ ഇല്ല. So lack the confidence. So Christine Lagarde says, women sometimes lack the confidence. അവർക്ക് ആത്മവിശ്വാസമില്ല. എന്തിനാണ്? To match their competence. അവർ നല്ല കഴിവുള്ള സ്ത്രീകളായിരിക്കും, പക്ഷെ ആ കഴിവിനനുസരിച്ച് ഉയരാൻ, മാച്ച് ദ കോൺഫിഡൻസ്, കഴിവിനനുസരിച്ച് ഉയരാൻ ഉള്ള ഒരു ആത്മവിശ്വാസം പല സ്ത്രീകളിലും ഇല്ല. നല്ലൊരു എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ട്, കാണാം. സ്റ്റാർ വാല്യൂ. സ്റ്റാർ വാല്യൂ. Same here also. Plenty of room. There's a plenty of room for improvement. There's plenty of room for hard work. There's plenty of room for doing good things in life. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ നന്മ ചെയ്യാൻ. നിങ്ങൾ ക്ലാസ്സിൽ പോയി ഒരാളുടെ പേന പൊട്ടിപ്പോയി, അടുത്തയാൾക്ക് 2 പേനാണ്ട് ഒരെണ്ണം കൊടുക്കുക. That is way of doing good. Start doing right now. Don't wait for. Some people will say, I will be a very charitable man after I get a job. After I get a job, he will say, when I get a promotion, I will be charitable. അതാണ് നടക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പറയില്ലേ, അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പഴഞ്ചൊല്ലുണ്ട്. അതൊക്കെ ഈ സമയത്താണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് വളരുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ലൈഫിൽ അത് മാത്രമേ മെച്ചമുള്ളൂ. ഇപ്പോൾ ഞാനത് പറയുന്നത് എനിക്ക് ഒരു പക്ഷെ മനസ്സിലായില്ല, പക്ഷെ അതാണ് സത്യം. Then lack the confidence to match their competence. Some women, they don't have the confidence to rise up to the occasion. അവസരത്തിന് ഉയരാനുള്ള ഒരു ആത്മവിശ്വാസം ചില സ്ത്രീകളിൽ ഇല്ല. അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിൻ്റെ ആ ചായ്വ്, മൈൻഡ് സെറ്റ് എന്ന് പറയും. സോ വി മസ്റ്റ് ഓൾ ഡെവലപ്പ് എ മൈൻഡ് സെറ്റ് ഫോർ ഡൂയിങ് ചാരിറ്റി. മൈൻഡ് സെറ്റ് നമ്മളെല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകും. അതാണ് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. റീസെറ്റ് ദ നരേറ്റീവ്. റീസെറ്റ് ദ നരേറ്റീവ്. നരേറ്റീവ് ഹിയർ മീൻസ് സ്റ്റോറി എന്നുള്ളതാണ്. നരേറ്റീവ് നമ്മൾ സ്റ്റോറികൾക്ക് നരേറ്റീവ് എന്നും പറയും, കഥകൾക്ക്. ഇറ്റ്സ് എ ഗുഡ് നരേറ്റീവ്. ഇവിടെ വാട്ട് ഈസ് ദിസ് റീസെറ്റ് ദ നരേറ്റീവ് മീൻസ് you have to rethink to those people who are unable to rise up to the occasion or who lack the confidence to match their competence. They should reset the narrative. They should rewrite the story. Rewrite the story എന്ന് പറയുന്ന ആലങ്കാരിക ഭാഷയാണ്. ദാറ്റ് ഈസ് നമ്മൾ നമ്മുടെ ഡിസിഷൻസ് ഒന്നുകൂടെ അവലോകനം ചെയ്യും. അതാണ് റീസൺ. When you say that you lack the confidence to match your competence, don't agree to that. Instead, you should rethink. Reset. ഒരിക്കൽ കൂടി സെറ്റ് ചെയ്യാന്ന് പറയും. റീസെറ്റ്. നമ്മളൊരു
ഒരു പെന്നെടുത്തിങ്ങനെ റീഫില്ലിടുക. അപ്പോൾ അതിങ്ങനെ ക്യാപ്പിട്ട് കഴിയുമ്പോൾ ക്യാപ്പ് ഇങ്ങനെ തെറിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും അത് അഴിച്ചിട്ട് ഒന്നുകൂടെ ചെയ്യുമ്പോൾ അതാണ് റീസെറ്റ് എന്ന് പറയുന്നത്. Here reset the narrative means the thinking. Story. What is the story here? That some women, they lack the confidence to match their competence. അപ്പം അവരുടെ കഴിവിനെ തുയരാനുള്ള ഒരു ആത്മവിശ്വാസം അവർക്കില്ല. അത് റീറൈറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അത് ഒരിക്കൽ കൂടി നിങ്ങൾ ചിന്തിക്കണം, റീതിങ്ക് ചെയ്യണം. റീസൺ. There the difference. There means I dare to attack a devil. I dare to do that. എനിക്ക് ധൈര്യം, നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു. എന്ത് ധൈര്യം? നിങ്ങൾക്ക് ഡിഫറൻസ് കാണിക്കാനുള്ള ധൈര്യം. എന്തിനോടുള്ള ഡിഫറൻസ്? എന്തിനുള്ള? As such, you think that you lack the confidence to match the competence. That you should change. You should have the courage to change that. It is there the difference. ഇതിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമാണ്, different. To match, you should have the confidence to match your competence. നിങ്ങൾക്ക് നിങ്ങളുടെ she is talking to women, kindred spirits. ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ, ഒരേ രീതി എന്താ ഇവിടെ ചിന്തിക്കുന്നത്? എംപവർമെന്റ് ഓഫ് വിമൻ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടത് എംപവർമെന്റ് ഓഫ് വിമൻ, ശാക്തീകരണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ചിന്തിക്കരുത് ഇങ്ങനെ, അയ്യോ എനിക്ക് തന്നെ കഴിയില്ല. പിന്നെ യു റീസെറ്റ് ദ നരേറ്റീവ്. See, and there the difference. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. There the difference. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേല. അതിലെ പോയത് റിസ്ക് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ തെന്നി വീഴും. വരമ്പത്തൂടെ മഴക്കാലത്ത് പോകുമ്പോഴത്തേക്ക് റിസ്ക് ഉണ്ട് കേട്ടോ. റിസ്കി എന്നൊക്കെ പറയുന്നത് എന്താ? അപകട സാധ്യത. സോ Christian legend says sometimes when you dare the difference there may be risk, but you should be able to face such risks. നിങ്ങൾ അതിനെ തരണം ചെയ്യണം. അതാണ് നിങ്ങളുടെ കഴിവ് എന്നാണ് ക്രിസ്ത്യൻ ലെഗാഡ് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് സ്ത്രീ ശാക്തീകരണം പ്രാപിക്കാൻ പറ്റിയത്. ഫസ്റ്റ് ഈസ് ലേണിംഗ്, എഡ്യൂക്കേഷൻ, that is the foundation. Second is labor, that is the economic independence. And third is leadership, to take the power to take decisions even at the risk of something. നിങ്ങളങ്ങനെ പേടിച്ചിരിക്കരുത്. ഓ ഞാനിത് എന്ത് സംഭവിക്കും അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. There the difference. അതാണ് പറയുന്നത്. Now the main points today. Leadership helps women to show their abilities and develop their talents. Talents എന്ന് പറഞ്ഞാൽ വാസനകൾ. ജന്മനാൽ നമുക്കുള്ള വാസനകളാണ് ടാലന്റ്. പാട്ട് പാടാനുള്ള വാസന, പെയിന്റിങ്ങിനുള്ള വാസന. അതൊക്കെ നമുക്കൊരു അവസരം കിട്ടില്ല, അവിടെ എന്ത് ചെയ്യും? ഞാനൊരു നല്ല പെയിന്ററാണ്, പക്ഷെ ഞാനൊരു കാട്ടിലാണ് ജനിച്ചത്. അവിടെ പേപ്പറും ഇല്ല, പെൻസിലും ഇല്ല, ഒന്നുമില്ല. എന്നാലും ചിലരുണ്ട് പിന്നെ മരത്തേലൊക്കെ പെയിന്റ് ചെയ്തു. പക്ഷെ എന്നാലും അതൊരു വികസനം എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മുടെ കഴിവുകളും നമ്മളുടെ വാസനകളും, ജന്മവാസനകൾ, ടാലൻസ് എന്ന് പറയുന്നത് വികസിപ്പിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു അവസരം വേണം. ആ അവസരമാണ് നമ്മുടെ ലീഡർഷിപ്പ്, താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. Then secondly, people think that women will not make good leaders, but the fact is that they are better leaders. This is an irony. ഈ പാഠത്തിലുള്ള ഐറണി എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ വിചാരിക്കുന്ന സ്ത്രീകൾ ഡിസിഷനൊന്നും എടുക്കാൻ അറിയത്തില്ല, പക്ഷേ യഥാർത്ഥത്തിൽ they are much better than men. അതാണ് ഐറണി. നമ്മൾ ചിന്തിക്കുന്ന തന്നെ ഒരു കഴിവില്ലെന്ന്, യഥാർത്ഥത്തിൽ തന്നെ കഴിവുണ്ടെന്നാണ്. ആ വ്യത്യാസം, ഇതിനാണ് ഐറണി എന്ന് പറയുന്നത്. ഞാൻ തൊട്ട് കുറച്ച് ലോട്ടറി അടിച്ച് സന്തോഷത്തോടെ പോവാണ്, വണ്ടി അടിച്ച് മരിക്കും. ഐറണി എന്നുള്ളതല്ല എന്നാ എന്തെല്ലാം സംഗതികൾ പുള്ളി ഓർത്തിട്ടുണ്ട്. അതുപോലെ ആ ധനവന്റെ കാര്യം ഞാൻ പറയുന്നു. നല്ലൊരു കൃഷിക്കാരൻ ഇഷ്ടം പോലെ ഭയങ്കര വിളവ്,
ഇയാൾ തന്നെ എന്ന് പറയാം, എൻ്റെ ആത്മാവിൽ സന്തോഷിക്കാൻ നാളെ മുതൽ നമുക്ക് തിന്നു കുടിച്ച് സുഖിച്ച് ജീവിക്കാം. പക്ഷെ അന്നത്തെ രാത്രി മരിച്ചു. അയറണിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആളുകൾ പറയുന്ന സ്ത്രീകൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ? യഥാർത്ഥത്തിൽ അവര് മറ്റുള്ളവരെക്കാളും പുരുഷന്മാരെക്കാളും മിടുക്കികളാണ് ഡിസിഷൻസ് എടുക്കുന്നത്. വൈ? Because they take decision on the basis of consensus, inclusion, sympathy and sustainability. നാല് കാര്യം. സസ്റ്റൈനബിലിറ്റി, ഭൂമി നിലനിൽക്കണം. നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ 2 കിലോ പഞ്ചസാര എണ്ണം ഇപ്പം പിള്ളേരെല്ലാണ്ട് മക്കളെല്ലാണ്ട് അമ്മയുടെ തീരുമാനം പറയാം, അമ്മ 2 കിലോ പഞ്ചസാരയില്ലേ, നമുക്ക് ഇന്നൊരു വലിയൊരു പാൽപ്പായസം ഉണ്ടാക്കി എല്ലാവർക്കും മൊത്തം കുടിക്കാൻ പറ്റും. അപ്പം അമ്മ എന്നാ പറയും, 2 കിലോ എടുക്കണ്ട, നമുക്കൊരു 1 കിലോ എടുക്കാം, 1 കിലോ മാറ്റി വെക്കാം. അതാണ് സസ്റ്റൈനബിൾ. കുടുംബത്തെ നിലനിൽക്കുകയാണ്. സസ്റ്റൈനബിൾ ഡിസിഷൻ അമ്മയുടെ ഡിസിഷൻ സസ്റ്റൈനബിൾ. അല്ല, നിലനിൽക്കണം, ജീവൻ നിലനിൽക്കണം. ഒറ്റ ദിവസം എല്ലാം കൂടെ തീർത്തിട്ട് പിന്നെ എന്താ ചെയ്യാൻ? That is what is meant by sustainable. So, and then women are very good decision makers. They take decisions without hurting anyone. They consider opinions of all. So they consensus. They show sympathy, compassion, kindness, and aim at the welfare of the future generation. That is sustainability. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടെ അത് ഉപകാരമുള്ള ആകത്തക്ക രീതിയിൽ എടുക്കും. അതിനാണ് ഫ്യൂച്ചർ ജനറേഷൻ. നിങ്ങൾക്ക് ഈ പോയിന്റ്സിനെ സിമ്പിളായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇത് എഴുതിയില്ല. സം വിമൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സം വിമൻ ഡു നോട്ട് ഹാവ് ദ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ടു ടേക്ക് സ്ട്രോങ് ഡിസിഷൻസ്. Women should change their attitude, mindset, and take risks. ഒരല്പസ്വല്പമൊക്കെ ജീവിതത്തിൽ അപകട സാധ്യത ഉണ്ടെങ്കിലും ആ ഡിസിഷൻ എടുക്കണമെന്ന്. റിസ്ക്, ദാറ്റ് ഈസ് കോൾഡ് ഡെയർ ദ ഡിഫറൻസ്. ഡെയർ ദ ഡിഫറൻസ്. പക്ഷേ നമ്മൾ പേടിക്കരുത്, നമ്മൾ ധൈര്യമായിട്ട്. ഇത്രയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഞാൻ ടെക്സ്റ്റ് വായിക്കാൻ പോവാണ്. ടെക്സ്റ്റ് നിങ്ങൾ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ വീട്ടിൽ നാളെയെങ്കിലും കൊണ്ടുവരണം തീർച്ചയായിട്ടും. ദാറ്റ് ഈസ് മൈ ഡിസിഷൻ ടുഡേ ഈസ് വിത്ത് കമ്പാഷൻ. കൊണ്ടുവരാൻ പറ്റാത്തവരോട് എനിക്ക് എതിർപ്പോ അല്ലെങ്കിൽ വഴക്കൊന്നുമില്ല, എങ്കിലും നീ കൊണ്ടുവരണം. There the difference. Start. Okay, ready? The third L is leadership. That enables women, make them able. Enable means make them able. അവർക്ക് ability കൊടുക്കുന്നു. Make them able. Women to rise and fulfill their innate abilities and talents. To rise, sunrise, rise, ഉണരുക. And fulfill, complete. പ്രാവർത്തികമാണ്. Fulfill their innate abilities. ഉള്ളിലുള്ള കഴിവുകൾ, innate abilities and talents, ജന്മവാസനകൾ. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളും ജന്മവാസനകളും വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ ലീഡേഴ്സാണ്. നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യനിലെ കാർഡ് ഈസ് സ്പീക്കിംഗ് ടു വിമൻ. നമ്മളെന്ന് പറയാമല്ലോ, ക്രിസ്ത്യൻകാരൻ്റെ വാക്കുകളാണിത്. നമ്മൾ അതിന് തയ്യാറാണ്. ഹിയർ ദർ ഈസ് പ്ലെന്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹിയർ മീൻസ് ദർ ഈസ് ഫോർ enabling women to rise, enabling women to fulfill their innate abilities, enabling women to fulfill their talents. അതാണ് ഹിയർ എന്ന് പറയുന്നത്. ഇവിടെ എന്നുള്ള അർത്ഥത്തിന് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്,
അവരുടെ കഴിവുകൾ അവർ ഉണരുവാൻ. 2, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ. 3, അവരുടെ വാസനകൾ, ജന്മവാസനകൾ വികസിപ്പിക്കുക. The third L is leadership that enables. അവരെ പ്രാപ്തരാക്കുന്നു. enables, make them able. enable, നമ്മളൊരു ലീഡറായി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി ഉണ്ടാകും അല്ലേ. ഇപ്പം enables women to rise and fulfill, പൂർത്തീകരിക്കുക, fulfill their innate abilities, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ, and talents, ജന്മവാസനകൾ. Here there is plenty of room for improvement. ഇവിടെ ഈ 3 കാര്യങ്ങൾ നടത്താൻ ഒത്തിരി അവസരങ്ങളുണ്ട്. There's plenty of room for improvement. The irony is that, എന്താണ് irony? ironyയുടെ മറുവശം പറയുന്നില്ല. മറുവശം ഇതാണ്, സ്ത്രീകൾക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? Irony is that when women lead, they tend to do as good a job. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അവർക്കൊരു ചായ്വ്. They tend to do as good a job as others. മറ്റുള്ളവർ ചെയ്യുന്ന അതേ രീതിയിൽ കഴിവോടുകൂടി ചെയ്യാൻ, if not a better job. അവർ ഡിസിഷൻ എടുക്കാൻ അവർക്കൊരു ലീഡർഷിപ്പ് പൊസിഷൻ കിട്ടിയാൽ അവർ മറ്റുള്ളവരെക്കാളും നല്ലപോലെ ജോലി ചെയ്യാനുള്ള കഴിവുള്ളവരാണ്. ആഹാ, more than that what you want. They are more likely to make decisions based on consensus. സ്ത്രീകൾ എങ്ങനെയുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നതാണ് based on consensus. എല്ലാവരെയും ചേർത്ത് കല്യാൺ സിൽക്കിന്റെ പരസ്യം ഓർത്താൽ മതി. Building inclusion, compassion and with a focus on long-term sustainability. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്, എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. കമ്പാഷൻ, സിമ്പതി, ഒരു കൈൻഡ്നെസ്, ദയ കാണിക്കാനുള്ള കഴിവുണ്ട്. അമ്മ മനസ്സെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, വളരെ നാളത്തേക്ക് ഈ ലോകം നിലനിൽക്കണം. സസ്റ്റൈനബിലിറ്റി, നിലനിൽപ്പ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് ഫേമസ്, നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എല്ലാം നശിപ്പിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നതിനകത്തുള്ള കാര്യമില്ല. കുറെ വളരെ നമ്മൾക്ക് ശേഷം വരുന്നൊരു തലമുറയുണ്ട്. ആ തലമുറയെ കൂടെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയും കൂടി നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു, 2 കിലോ പഞ്ചസാര മൊത്തം എടുത്ത് ഉപയോഗിച്ചാൽ പിന്നെ എന്നായി അതാണ്. സോ ദാറ്റ് ഷുഡ് നോട്ട്. അത് സ്ത്രീകളുടെ ഒരു വലിയ ഒരു കഴിവാണ്. അതായത് അവരൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളെല്ലാം കാണുന്നുണ്ടായിരിക്കും ആ അഡ്വർടൈസ്മെന്റ്. അവിടുത്തെ ആ മദർ എന്താ, എങ്ങനെ അത്, അല്ലെങ്കിൽ വഴക്കാം, 2 പേരും തമ്മിൽ വഴക്കുന്ന റെഡിയായതാണ് അല്ലേ. ബ്രദർ ആൻഡ് സിസ്റ്റർ, എനിക്ക് 4 ജനിച്ചാൽ എനിക്ക് നേരത്താൽ കുളിക്കുമെന്നൊക്കെ അങ്ങനെയാണ്ട ഞാൻ കേട്ടത്. ഏതാണ്ടാ അപ്പോൾ അതിനകത്ത് ഇടപെടുന്നു, ഡിസിഷൻ എടുക്കുക. എങ്ങനെയാ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടോ? ബേസ്ഡ് ഓൺ കൺസെൻസസ്. അപ്പൊ അച്ഛൻ ചോദിക്കുന്നില്ല അങ്ങനെയൊക്കെ പറ്റും. എന്നാൽ അമ്മ പറയും അതൊക്കെ പറ്റും. അതാണ് കൃത്യമായിട്ട് നല്ലൊരു എക്സാമ്പിളാണ്. ഹൗ വിമൻ ക്യാൻ ടേക്ക് ഡിസിഷൻ. കൺസെൻസസ്, ബിൽഡിംഗ് ഇൻക്ലൂഷൻ. ബിൽഡിംഗ് എന്ന് പറയുന്നത് കെട്ടിടം എന്നുള്ള അർത്ഥമില്ല, ഇൻക്ലൂഷൻ ഉണ്ടാക്കുന്നു. കമ്പാഷനുള്ള, ഇൻക്ലൂഷനുള്ള, കമ്പാഷനുള്ള, അങ്ങനെയുള്ള ഉള്ള എന്നുള്ളതാണ് ബിൽഡിംഗ്. കമ്പാഷൻ, ഫോക്കസ്, എയിം. അവർക്കൊരു എയിമുണ്ട്. എന്തിനാണ്? ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി. ഷോർട്ട് ടൈം അല്ല, ഇന്ന് തിന്നുപിടിച്ച് ഇല്ലാതാകാനല്ല, തുടർച്ചയായിട്ട് ജീവിക്കണ്ടേ. ആ ടൈപ്പ് ഓഫ് ഡിസിഷൻ എടുക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയുള്ളൂ. It is true that women sometimes lack the confidence to match their competence. ആ സെന്റൻസ് അതുപടി കാണാൻ പഠിച്ചാലും കുഴപ്പമില്ല, നല്ലൊരു സെന്റൻസ്. ശരിയാ, ക്രിസ്ത്യൻ്റെ കാര്യം പറയുന്നത് ശരിയാ, ഇറ്റ് ഈസ് ട്രൂ എന്നാണ്. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ആ സ്ഥാനത്തിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്, കോമ്പറ്റൻസ്. ബട്ട് they need to change their mindset. അത് അവർക്ക് മാറ്റിയെടുക്കണം. റീസെറ്റ് ദ നറേറ്റീവ്. റീതിങ്ക്. റീസെറ്റ് ദ നറേറ്റീവ് നല്ലൊരു ഫ്രേസാണ്. റീസെറ്റ് ദ നറേറ്റീവ്.
ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി സ്ഥിരം താമസിച്ചു ടീച്ചർ പറയുകയാണ് യു ഷുഡ് ബി റെഗുലർ, യു ആർ എവറി ഡേ യു ആർ ഇറഗുലർ, ബട്ട് യു ഷുഡ് റീസെറ്റ് ദ നരേറ്റീവ്. നീ എന്നും താമസിച്ചാണ് വരുന്നത്, പക്ഷെ ഇതിനൊരു മാറ്റം വരണം. നിന്റെ ഈ സ്റ്റോറി താമസിച്ചു വരുമെന്ന് പറയുന്ന ഈ കഥ നീ മാറ്റി എഴുതണം. റീസെറ്റ് ദ നരേറ്റീവ്. ചെല്ലുണ്ട് നല്ല ഉറക്കം 9 മണി 10 മണിക്ക് കിടന്നുള്ളത്, ഇപ്പം ക്ലാസ് ഇല്ല. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നല്ല സുഖമായി ഇങ്ങനെ കിടന്നു, തണുപ്പ്, ഇപ്പം നല്ല മഴയും തണുപ്പ്, നല്ല സുഖം. അപ്പോൾ മദർ അല്ലെങ്കിൽ ഫാദർ യു ഗെറ്റ് അപ്പ് ഒന്നുകൂടെ ഉച്ചകൂടി കിടക്കുക. ഇപ്പം 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 2-3 ആഴ്ച അടുപ്പിച്ചാകുമ്പോഴത്തേക്കും അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയും യു ഹാവ് ടു റീസെറ്റ് യുവർ നെഗറ്റീവ് എന്ന് പറയാൻ നിന്റെ സ്വഭാവം മാറ്റണമെന്നല്ല. So reset your narrative. So women should reset their narrative. Don't be afraid to take decision. You are people gifted with the power of taking decision. Not like others, but you take decisions on the basis of consensus, on the basis of inclusiveness, on the basis of sympathy, love, kindness, compassion, and on the basis of thinking, planning for the future. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് സ്ത്രീകൾ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മാച്ച് യുവർ കോമ്പറ്റൻസ്. യു റൈസ് അപ് ടു ദ ഒക്കേഷൻ. നിങ്ങൾ സാഹചര്യത്തിന് ഉണരൂ എന്നാണ് ക്രിസ്ത്യൻ്റെ പറയുന്നത്. But they need to change that mindset and reset the narrative in their favor. In their favor. Favor means avarku ഗുണം വരത്തക്ക രീതി. In your favor means നിങ്ങൾക്ക് ഗുണം വരത്തക്ക രീതി. See that? In their favor അവർക്ക് ഗുണം വരത്തക്ക രീതി. All the decisions taken by a teacher are in favoring the students, in their favor. സ്റ്റുഡൻസിന് ഗുണം വരത്തക്ക രീതിയിലാണ് ടീച്ചേഴ്സ് ഡിസിഷൻസ് ഒക്കെ എഴുതുന്നത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ. സ്പീച്ച് അല്ലേ, സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് പറയാൻ നമുക്ക് അറിയാവുന്ന വാക്കില്ല. എസെൻഷ്യൽ അത്യാവശ്യം. ഇസെൻഷ്യൽ കൊമോഡിറ്റീസ് നിർത്തില്ല, അവശ്യ വസ്തുക്കൾ. എസെൻഷ്യൽ കൊമോഡിറ്റീസ്. ബന്ധം പറയല്ലേ, എസെൻഷ്യൽ കൊമോഡിറ്റീസ് വിൽക്കുന്ന കടകളൊന്നും അടയ്ക്കരുത്. ഏതൊക്കെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ മരുന്ന് എല്ലാം എസെൻഷ്യലാണ്, പാല് എസെൻഷ്യലാണ്, ഇങ്ങനെയുള്ള കാര്യം റേഷൻ കടകൾ ഇതൊക്കെ എസെൻഷ്യലാണ്. അപ്പം സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. ഡെയർ ദ ധൈര്യം കാണിക്കുക, വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യം. അതാണ് ഡെയർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, പേടിച്ച് വരച്ചിരിക്കുക, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. ബി കറേജിയസ് ടു ടേക്ക് റിസ്ക്. അല്പസ്വല്പം നമുക്ക് കേട് സംഭവിക്കുന്നതായിരിക്കും ചില ഡിസിഷൻസ്, അപകടം സംഭവിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ടേക്ക് റിസ്ക്, സ്റ്റെപ്പ് ഔട്ട്സൈഡ്, പുറത്തേക്ക് വരിക. Their comfort zone. Comfort zone. Everybody has a comfort zone. എന്നാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചിലപ്പം എന്ത് സംഭവിക്കണം, ഒരു വലിയ അടി നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളത് കണ്ടെച്ച ഒറ്റ ഓട്ടം. നമുക്ക് വേണം അവിടെ ചെന്ന് അവരെ സമാധാനിപ്പിക്കാം. പക്ഷേ ഫോർ ദാറ്റ് യു ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമ്മുടെ സുഖത്തിൻ്റെ, നമ്മൾ സുഖം അനുഭവിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറി ചില ദുഃഖം അനുഭവിക്കാനായിട്ട് പോകും. വെരി ഗുഡ് എക്സാമ്പിൾ നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് നല്ല സമുദായക്കാരൻ്റെ കഥ. അതിന് മുമ്പേ 2 പേര് കടന്നുപോയി. അവരുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. അയ്യോ, ഞാൻ പോയാൽ ഞാൻ ബലി അർപ്പിക്കാൻ പോവുക, അതിൽ എൻ്റെ കൈയൊക്കെ ചീത്തയാവും. മറ്റേ ആളും അങ്ങനെ എന്തൊക്കെ പറയും. 3ാമത്തെ ആൾ യാത്ര ചെയ്യുകയാണ്, പക്ഷെ അവിടെ എല്ലാം നിർത്തി. സോ ഹി കെയിം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. അയാളുടെ സുഖങ്ങളെല്ലാം അയാൾ മറന്നു.
എന്നിട്ട് അതിൽ നിന്ന് ഇയാളെ എടുത്ത് പൊക്കി. കഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞ് അതിനെ ഒരു എന്നാ നിങ്ങൾക്കൊരു വിഷം ബോറടിപ്പിക്കുന്ന കാര്യം. That is a very good example where a person steps out of his comfort zone. അവൻ്റെ സുഖചക്രം, സുഖമായ അവസ്ഥയിൽ നിന്നും അല്പം വിട്ട്. ഉദാഹരണം പറയണം, നമുക്ക് അങ്ങനെയാണല്ലോ എല്ലാവരും. ഇവിടെ മഹാത്മാഗാന്ധി നല്ല ഒന്നാമതരം പ്രാക്ടീസ് ഒക്കെ സൗത്ത് ആഫ്രിക്കയിലെ. But he stepped out of his comfort zone to come here and lead the struggle for independence. അതാണ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകുക. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും അങ്ങനെയല്ല, അവര് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദെയർ കംഫർട്ട് സോൺ. ചില അച്ഛന്മാർ 4 മണിക്ക് ജോലി ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ കിടന്നല്ല അതൊക്കെ. അമ്മമാരാണെങ്കിൽ 3 മണിക്ക് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി 6 മണിയാകുമ്പോൾ റെഡിയാക്കി അടുത്ത ബസ്സിൽ കയറി ദൂരെ പോയി എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പോകും. They are all working out of their comfort zone, stepping out. ആരെങ്കിലുമൊക്കെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കാല് വെക്കാതെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. എല്ലാവരും ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. So at home you can see your parents, they are stepping out of their comfort zones. അവരുടെ സുഖ ജീവിതത്തിൽ നിന്ന് അവർ അത് ഉപേക്ഷിക്കുക. എല്ലാ മഹാത്മാക്കളും അങ്ങനെയല്ലേ, സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദെയർ കംഫർട്ട് സോൺ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. I will read the text once again, so attend very carefully, and also if you have time enough you can write down these main points. The third L is leadership, that enables women to rise and fulfill their innate abilities and talents. Here there is plenty of room for improvement. The irony is that when women leave, they tend to do as good a job as others, if not a better job. They are more likely to make decisions based on consensus, building inclusion, compassion, and with a focus on long-term sustainability. It is true that women sometimes lack the confidence to match their competence, but they need to change that mindset and reset the narrative in their favor. So it is essential that women be ready to dare the difference, to take risks and step outside their comfort zone. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 3-4 പ്രാവശ്യം തന്നെ വായിക്കണം. ഇംഗ്ലീഷിൽ തന്നെ നല്ല ഒച്ചത്തിൽ വായിക്കണം. ഈ റീഡിങ് അലൗഡിന് ഭയങ്കര അഡ്വാൻറ്റേജ് എന്നാണെന്നറിയോ? റീഡിങ് അലൗഡ് ഈസ് ഈക്വൽ ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. സ്പീക്കിംഗ് ഇംഗ്ലീഷ് അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ യു ഷുഡ് റീഡ് അലൗഡ്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അവിടെല്ലാം നമ്മൾ നഴ്സറി സ്കൂളിലൊക്കെ എല്ലാം ഒച്ചത്തിൽ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ നമുക്കൊരു നാണമാണ്. അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ ഒരു മരച്ചോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ മുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ കൂടെ വരാതെ കൂടെ നടന്നോ അല്ലെങ്കിൽ മുറ്റത്തൂടെ നടന്നോ ഒക്കെ നല്ല ഒച്ചത്തിൽ ഒരു പ്രസംഗം പോലെ ഇതിനെ ഞാൻ പറഞ്ഞു പഠിക്കും. നിങ്ങളുടെ വാക്കുകളെല്ലാം ഞാൻ പറഞ്ഞു, മെയിൻ പോയിന്റ്സ് എഴുതി, ടെക്സ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബൈ, ഹാവ് എ നൈസ് ഡേ. ഞാൻ എന്നും പറയുന്ന പോലെ കീപ് സ്മൈലിംഗ് ആൻഡ് ബി ഹാപ്പി.